ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബറായിട്ടുള്ള ശ്വേതാ സെന്തിൽ തന്റെ അമ്മയെ അച്ഛൻ മരിച്ച ശേഷം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന തന്റെ അമ്മയെ പുനർവിവാഹം കഴിപ്പിച്ചിരുന്നു. ഇപ്പൊ ഒരു 4-5 മാസം മുൻപായിരുന്നു അത് സംഭവിച്ചത്. അതിനുശേഷം ഇപ്പൊ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ശ്വേത തന്റെ ചാനലിലൂടെ വന്ന് പറഞ്ഞിട്ട് വളരെയധികം വിവാദവും ചർച്ചയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുൻപ് എന്ന് വെച്ചാല് ഈ ശ്വേതയുടെ അമ്മ രശ്മി, അവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ജയപ്രകാശ്, അവരുടെ വിവാഹം വളരെയധികം എല്ലാവരുടെയും ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് യൂട്യൂബിൽ തന്നെ ഇതേപോലെ ഒരു വിവാഹം നടന്നിരുന്നു. യൂട്യൂബർ ആയിട്ടുള്ള ദൃശ്യ, അതേപോലെ ദൃശ്യയുടെ ബ്രദർ ആയിട്ടുള്ള ആദർശ്, ഇവരുടെ രണ്ടുപേരുടെയും അമ്മ റീന എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ഇതേപോലെ വിവാഹം കഴിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവരുടെ അച്ഛൻ മരിച്ചിട്ട് അതിനു മുൻപ് വളരെ കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ, 1-2-3 വർഷം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തെ ഈ ദൃശ്യക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്തെ യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ളതാണ്. അച്ഛനും അമ്മയും അനിയനും ദൃശ്യയും ഒക്കെ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അവര്. ദൃശ്യയുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായിരുന്നു. ആദർശ് പിന്നീട് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ദൃശ്യയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു പോകുന്നു. പിന്നീടും അവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മകന്റെയും മകന്റെ ഭാര്യയുടെയും കൂടെ ദൃശ്യയുടെ അമ്മ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ പെട്ടെന്നൊരു ദിവസം റീനമ്മയെ ഞങ്ങൾ വിവാഹം കഴിപ്പിക്കുന്നു എന്നുള്ള പോലെ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ അവർക്ക് സാധാരണ പോലെ അവരുടെ ഏതൊരു ഫ്രണ്ട് കൊണ്ടുവന്നൊരു ആലോചനയായിരുന്നു. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഈ വിവാഹം നടക്കുന്നു. വിവാഹം ഗുരുവായൂർ വെച്ച് നടത്തുന്നു. അതൊക്കെ ഈ ദൃശ്യയുടെ വ്ളോഗിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് വ്യൂസ് ഉണ്ടായിട്ടുള്ള, എല്ലാവരും ഭയങ്കര അത്ഭുതത്തോട് നോക്കിയ ഒരു വിവാഹമായിരുന്നു അത്. അന്നും ഇതിന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. ഇവര് വളരെ ഹാപ്പി ആയിട്ട്, എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ മകന്റെയും മകന്റെ ഭാര്യയുടെയും കൂടെ ഒരു നല്ല വീട്ടിൽ, അവർക്ക് നല്ലൊരു വീടൊക്കെ ഉണ്ട്. ആ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് ചെറിയ എന്തോ ജോലി, പുറത്തൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവര്. അപ്പൊ ഇവരെന്തിനാണ് ഇപ്പൊ വിവാഹം കഴിച്ചു പോകുന്നത്? മകനും ഭാര്യയും ഒക്കെ ഉള്ളപ്പോൾ എന്താണ് ഇത്ര ഒറ്റപ്പെടാനുള്ളത്? ഒറ്റപ്പെടുന്നു, അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര ഒറ്റപ്പെടാനുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു വിവാഹം കഴിപ്പിച്ചു. പിന്നീട് അവരുടെ ആ വിവാഹ ജീവിതം കണ്ടു കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ അവർ പിന്നീടും വ്ളോഗിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ വിവാഹം കഴിച്ച ആളാണെങ്കിലും വളരെ നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ ഇവര് നല്ല ഒരു സന്തോഷമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും, ഞാൻ ആദ്യം ഈ വിവാഹം കഴിഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിക്കും, എത്രയായാലും മക്കളുടെ ഒക്കെ കൂടെ സുഖമായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരു റിസ്ക് ആണ്. പിന്നീട് വിവാഹം എന്ന് പറയുന്ന റിസ്ക് ആണ്. എത്രമാത്രം ശരിയാവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് വിവാഹം കഴിക്കുന്നത് നമ്മളൊക്കെ ചിന്തിക്കും. ഞാനും ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീടുള്ള അവരുടെ ലൈഫ് കണ്ടു കഴിയുമ്പോൾ അവരെടുത്ത ഡിസിഷൻ വളരെ ശരിയായിരുന്നു. അവരങ്ങനെ വിവാഹം കഴിച്ചത് വളരെ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം നല്ലൊരു ലൈഫാണ് അവർക്ക് കിട്ടിയത്. അവരെന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. പറയുന്ന ദൃശ്യാണെങ്കിലും ആദർശാണെങ്കിലും ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ്. 17-18 വയസ്സുള്ള സമയത്തായിരിക്കും റീന എന്ന് പറയുന്ന സ്ത്രീ ആദ്യത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഈ രണ്ടാമത്തെ വിവാഹം കഴിയുന്ന സമയത്ത് പോലും 50 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും ചെറിയൊരു വളരെ പ്രായമായിട്ടുള്ള സ്ത്രീയൊന്നുമല്ല. അവർക്ക് മുന്നോട്ട് ഒരുപാട് ലൈഫ് ഉണ്ട്. ചിലപ്പോൾ അവര് ഇനിയും 30-40 വർഷം ജീവിക്കാനുള്ള ഒരു ജീവിതം അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അത് ഈ മക്കളുടെ കുട്ടികളെ നോക്കിയിട്ട് ആ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ട് ജീവിച്ച് കഴിയണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മകനും മകന്റെ ഭാര്യയും ഒക്കെ ഉണ്ട് എന്ന് വെക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരിക്കും. ഇപ്പൊ അവരൊരു പക്ഷെ പുറത്ത് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയെ കൂട്ടണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അവരതിന് യെസ്സും നോയും പറയാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ തീരെ ഒറ്റയ്ക്കൊരു വീടിന്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മളെ വീട്ടിലുള്ള ഒരു വ്യക്തി തന്നെ ചില അവസരങ്ങൾ നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് ഒറ്റപ്പെടലാണ്. അപ്പോൾ അവര് എടുത്തൊരു തീരുമാനം, രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് വളരെ ഒരു നല്ല തീരുമാനമായിട്ടേ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ പിന്നീട് നമ്മൾ അവരുടെ ചാനൽ കണ്ടു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അവർ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയാണ്. ഈ റീന എന്ന് പറയുന്ന വ്യക്തിയുടെ മകള് ദൃശ്യാണെങ്കിലും ചാനലിലൂടെ അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ദൃശ്യയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അനിയനും ഭാര്യയും കുട്ടികളും, ഹസ്ബൻഡിന്റെ അച്ഛന്റെ അച്ഛനും അമ്മയും, അങ്ങനെയൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളൊരു വീടാണ്. ദൃശ്യക്ക് തന്നെ 2 കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ താമസിക്കുന്നു. ഇവരിടയ്ക്കൊക്കെ വീണ്ടും ഈ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്, സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ അനിയനുണ്ട്, ഭാര്യയുണ്ട്. ഈ
അവരുടെ അമ്മ, വിവാഹം കഴിച്ചു പോയ അമ്മയും അപ്പോഴത്തെ ഭർത്താവും വീണ്ടും ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ തമ്മിലൊക്കെ നമുക്കൊരു പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം അവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിലൂടെ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ കാണിക്കുന്നില്ല. ആദർശിന്റെ ചാനലിൽ ദൃശ്യയെ കാണിക്കാതെയാവുന്നു, ദൃശ്യയുടെ ചാനലിൽ ആദർശിനെ കാണിക്കാതെയാവുന്നു. അവരുടെ അമ്മ ഒരു വെക്കേഷന് വീട്ടിൽ വന്ന സമയത്ത് ഈ ആദർശും ഭാര്യയും അവരോട് യാതൊരു വിധത്തിലും സഹകരിക്കാത്ത പോലെ റൂം അടച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് തോന്നും. ഒരുപക്ഷെ ഈ സ്ത്രീ വേറൊരു വിവാഹം കഴിച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം നന്നായിട്ട് തന്നെ അതേപോലെ മുന്നോട്ട് പോകും. അമ്മ വീട്ടിൽ താമസിക്കുന്നു, മകനെയും ഭാര്യയെയും നോക്കുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നു. രണ്ടാമതൊരു വിവാഹം കഴിച്ചില്ല എങ്കിൽ അത് കുറച്ചുകൂടെ വേറൊരു രീതിയിലായിരിക്കാം പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് അവർ രണ്ടാമത് വിവാഹം കഴിച്ചു പോയത് കൊണ്ട് അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ലൈഫ് മാറിപ്പോയി. ആ ഒരു ബന്ധം ശിഥിലമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറയുന്ന ദൃശ്യയും ആദർശും ഒക്കെ തമ്മിൽ ഈ ചാനലുകളിലൊന്നും നമ്മൾ സംസാരിക്കുന്നതോ അവരൊരുമിച്ച് യാത്ര പോകുന്നതോ ഒന്നും കാണുന്നില്ല. അതുവരെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്നു. ഈ പറയുന്ന റീനയുടെ വീട് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങോട്ട് യാത്ര പോകുന്നു, അവർ ഒരുമിച്ച് അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയിരുന്നൊരു ഫാമിലി ഈ ഒരു വിവാഹത്തോടു കൂടെ തകർന്നു പോയി എന്നുള്ളതാണ്. ഇപ്പൊ കുറേ ആയിട്ട് അവരുടെ വീട് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആദർശ് താമസിച്ചിരുന്ന സ്വന്തം വീട്, ഈ റീന എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ ആദ്യത്തെ ഹസ്ബൻഡും അവരുടെ അധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് വെച്ച വീട് അവരുടെ ചാനലിലൊന്നും കാണിക്കുന്നില്ല. ആദർശിന് ഭാര്യ ആര്യയ്ക്കും കുട്ടിയുണ്ടായി. അപ്പൊ അതിനുശേഷം ആര്യയുടെ വീട്ടിലാണുള്ളത്. അപ്പൊ ആദർശും അവിടെ തന്നെ ഭാര്യയുടെ വീട്ടിലാണുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യ പറയുന്ന വ്യക്തി, ആദർശിന്റെ സിസ്റ്റർ ദൃശ്യ പ്രഗ്നന്റ് ആണ്, മൂന്നാമത് പ്രഗ്നന്റ് ആണ്. അവരുടെ ഒരു പ്രസവത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ അവരുടെ ചാനലിലൂടെ വന്നിട്ട് പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വാടക വീട്ടിലേക്ക് മാറുകയാണ് എന്നുള്ള രീതിയിൽ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അടിയിൽ ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം വീടില്ലേ, അവിടെ പോയി നിന്നൂടെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് വാടക വീട്ടിലേക്ക് മാറുന്നത്? ഇവർ പറയുന്ന കാരണം ഈ ഹസ്ബൻഡ് വീട്ടിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് 10-11 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അവർക്ക് പ്രസവിച്ച് അവിടെ കിടക്കുക, സ്വന്തമായിട്ട് റൂം, എല്ലാവർക്കും റൂമൊന്നും ഇല്ലാത്ത അവസ്ഥ, കൂടെ ആരെങ്കിലും വന്ന് നിൽക്കണം, അമ്മയൊക്കെ വന്ന് നിൽക്കണം വെച്ചാൽ അതിനൊന്നുള്ള സൗകര്യം ഇല്ല. വളരെ നല്ല രീതിയിലാണ് അവർ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാലും അവർക്കൊരു ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, ആ സ്ഥലപരിമിതിയൊക്കെ കൊണ്ടാണ് അവർ വാടക വീട്ടിലേക്ക് മാറാൻ തയ്യാറാവുന്നത്. അപ്പോൾ എന്തായാലും അവർ വ്യൂവേഴ്സ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ, അവിടെ പോയി നിന്നൂടെ കുറച്ച് ദിവസം, പ്രസവം കഴിഞ്ഞിട്ട് കുട്ടി ഒരു കുറച്ച് വലുതാവുന്ന വരെ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാലോ എന്ന് ചോദിക്കുമോ എന്നുള്ളത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ അവരവരുടെ ചാനലിൽ വന്ന് പറയുന്നുണ്ട്. ആ വീട് വിറ്റുപോയി എന്നുള്ളതാണ് അവർ ആ ചാനലിലൂടെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ താമസിച്ചിരുന്നത് അവരുടെ അനിയനായിട്ടുള്ള ആദർശിന്റെ വൈഫ് ആര്യയാണ്. അപ്പൊ അത് വിറ്റ് കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് അനിയൻ വിറ്റ് കളഞ്ഞു എന്നൊരു ടോൺ അതിലെന്തായാലും വരും. അത് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നതിന് കാരണമായി. കാരണം അവരുടെ അമ്മയും അച്ഛനും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീട് നിസ്സാരമായിട്ട് വിറ്റ് കളയാണ്, എന്നിട്ട് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് അത്. അപ്പോൾ ദൃശ്യ പക്ഷേ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വീട് വിറ്റു, അതിന്റെ ഷെയർ 4/1 എന്തോ 3/1 4/1 എന്തോ ദൃശ്യക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ദൃശ്യയുടെ വിവാഹ സമയത്ത് ധാരാളം സ്വർണവും ഒക്കെ കൊടുത്തിട്ടായിരിക്കും, വിവാഹത്തിന്റെ ചെലവും ഒക്കെ കൊടുത്തിട്ട് തന്നെയായിരിക്കും വിവാഹം നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വളരെ ചെറിയൊരു ഭാഗം ദൃശ്യക്ക് ഈ സ്വത്ത് വിറ്റയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പൊതുവെ തുല്യമായിട്ട് വീതിക്കുക എന്നുള്ളത് അങ്ങനെയും നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് വിറ്റെന്ന് കിട്ടിയ ഒരു കാശ് പോലും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് ദൃശ്യ പ്രത്യേകം പറയുന്നുണ്ട്. അമ്മയുടെയും അച്ഛന്റെയും അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ വീട് തന്നെയാണത്. സ്ഥലം വാങ്ങുന്നു, അവർ കഷ്ടപ്പെട്ട് വീട് വെക്കുന്നു, അവരുടെ ജീവിതം മുഴുവൻ അവരവിടെ ജീവിക്കുന്നു. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് പക്ഷെ ഈ അമ്മ ഒരു സ്വത്തും വാങ്ങി പോകുന്നില്ല എന്നൊക്കെ ദൃശ്യയുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു കാര്യങ്ങള് ദൃശ്യയുടെ ചാനലിലൂടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദർശിന് അത് വളരെ മോശമായിട്ട് തോന്നും. ആദർശ് ബ്രദറാണ്, ആദർശിന് തോന്നും ഞാൻ തെറ്റുകാരനായി എന്നുള്ള രീതിയിലാണോ ചേച്ചി സംസാരിച്ചത് എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും ആദർശിന്റെ ചാനലിലൂടെ വന്നിട്ട് ആദർശിന്റെ സൈഡ് പറയുന്നുണ്ട്. ആദർശ് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അമ്മ വിവാഹം കഴിച്ച് പോയ ശേഷം ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഭാര്യ പ്രസവത്തിന് പോയി, ഭാര്യയുടെ വീട്ടിൽ തൃശ്ശൂർ നിൽക്കുന്നു. അപ്പോൾ ആദർശിന് ആ നാട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായി എന്നാണ് ആദർശ് പറയുന്നത്. ഈ ചേച്ചിയുണ്ട്, ചേച്ചി ഭർത്താവിന്റെ വീട്ടിലാണ്. പിന്നീട് വിഷയങ്ങളും മിണ്ടായികയും ഒക്കെ വരുന്ന സമയത്ത് ആദർശ് ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവാണ്. അതുകൊണ്ട് ആദർശ് ആ വീട് വിറ്റു, എന്നിട്ട് അതിന്റെ ഒരു ഷെയർ എന്ന് വെച്ചാൽ 4/1 ചേച്ചിക്ക് കൊടുത്തു, ബാക്കി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ സ്ഥലം വാങ്ങി, എരുമപ്പെട്ടി പറഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങി, ഇനി വീട് വെക്കണം എന്നൊക്കെ
എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീട്, അത് അത്യാവശ്യം നല്ലൊരു വീടാണ്, 5 ബെഡ്റൂം ഒക്കെ ഉള്ള വലിയൊരു വീടായിരുന്നു. അങ്ങനെ ഒരു വീട് വിറ്റ് കളഞ്ഞാൽ അതേ എമൗണ്ട് കൊണ്ട് വേറൊരു വീട് അത്രയും വലുപ്പത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ടും അത് വിറ്റ് കളഞ്ഞു. ഒരു ചിന്ത ഇല്ലാതെ ചെയ്ത പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സ്വന്തം അമ്മയെയും സഹോദരിയെയും കുറ്റപ്പെടുത്തി പറയുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു. നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ഇതിൽ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ദൃശ്യം നിങ്ങളെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്നിട്ട് ഇടുകയാണ്. ആളുകൾ ഈ തോന്നിയ പോലെ അഭിപ്രായം, ഈ 2 ചാനലുള്ള സ്ഥിതിക്ക്, ഒരു വീട്ടിൽ 2 ചാനലുള്ള സ്ഥിതിക്ക് അവിടെ വന്നിട്ടും ഇവിടെ വന്നിട്ടും അഭിപ്രായം പറയും. സത്യത്തിൽ ഇവരുടെ അമ്മ 2ാമത് വിവാഹം കഴിച്ച സമയത്ത് ഞാൻ കരുതിയിരുന്നു ഈ അമ്മ പോയിട്ട് പിന്നീട് ചാനൽ തുടങ്ങൂ എന്ന് കരുതിയിരുന്നു. എന്തായാലും ആ ഒരു അബദ്ധങ്ങളൊന്നും അവർ കാണിച്ചില്ല. ഈ ഉള്ള 2 ചാനലിൽ തന്നെ കിടക്കുന്ന അടികൾ മാത്രമേ ഇപ്പൊ നമുക്ക് കാണേണ്ടി വരുന്നുള്ളൂ. എന്തായാലും ഒരു അമ്മ ഒരു 2ാം വിവാഹം കഴിച്ചു പോയതോടുകൂടെ ആ ഒരു കുടുംബം ശിഥിലമായി പോയി നമുക്ക് പറയാം. ഈ മകൻ ഒരു വഴിക്ക് പോയി, ഈ മകനും ഈ മകളും തമ്മിൽ മിണ്ടുമെന്ന് തന്നെ നമുക്ക് അറിയില്ല. മകൾ ഒരു വഴിക്ക് പോയി, അമ്മ ഒരു വഴിക്ക് പോയി. സത്യത്തിൽ ഈ അമ്മയുടെ 2ാം വിവാഹം കൊണ്ട് അവര് വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം ജീവിക്കുന്നു എങ്കിലും അവരുടെ മൊത്തത്തിലുള്ള ഒരു കുടുംബം തകർന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എത്രയായാലും രക്തബന്ധമാണ്. ഈ ആദർശിന്റെ രക്തബന്ധമാണ് സ്വന്തം ചേച്ചി ദൃശ്യ എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലാതെ ആവുന്നതല്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതെ ആവുന്നതല്ല. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതെയാവുന്നല്ല. കുറെ കഴിയുമ്പോൾ അവർ തമ്മിൽ നല്ല രീതിയിലേക്ക് ചിലപ്പോൾ മാറും, വീണ്ടും സംസാരിക്കാൻ തുടങ്ങും, വീണ്ടും മിണ്ടാൻ തുടങ്ങും. അപ്പോഴും ആളുകൾ ഓർക്കും, പണ്ട് ഇവര് അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അല്ലെ പണ്ട് ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നങ്ങൾ, ഇപ്പൊ അവര് ചക്കരയും തേനുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വളരെ മോശമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദർശാണെങ്കിൽ സ്വന്തം അമ്മയെയും സിസ്റ്ററെയും അത്രയൊരു ശ്രദ്ധിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കൊടുക്കുന്ന വിധത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ അച്ഛനും അമ്മയും വളരെ നല്ലതാണ്, അവര് മകനെ പോലെ തന്നെ നോക്കുന്നു, അവരെനിക്ക് തരുന്ന കെയർ അങ്ങനെയാണ്, അവർ രാവിലെ എണീറ്റ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പൊതുവെ ഈ ഭാര്യമാരുടെ അമ്മയും അച്ഛനും മകളുടെ ഭർത്താവിനെ വളരെ കെയറോട് കൂടെ തന്നെ നോക്കുള്ളൂ. അത് സ്വന്തം മകള് നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് 90% പെൺമക്കളുടെ അച്ഛനമ്മമാരും പെൺമക്കളുടെ ഭർത്താവിനെ വളരെ കെയർ ചെയ്തിട്ടേ നോക്കുള്ളൂ. പക്ഷെ അത് തിരിച്ച് അങ്ങനെ ആവണം എന്നില്ല. ഇപ്പോൾ മകന്റെ ഭാര്യയെ അത്ര കെയറോടുകൂടെ മകന്റെ അച്ഛനും അമ്മയും നോക്കണം എന്ന് സാധ്യത വളരെ കുറവാണ്. നമ്മളുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഭാര്യയുടെ വീട്ടുകാരും നല്ലതായിട്ട് നോക്കുന്നു, അവര് തരുന്ന സ്നേഹം പോലെ എൻ്റെ സ്വന്തം അമ്മയും സഹോദരിയും സ്നേഹം തരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്, അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ ഈ ആദർശിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അലക്കാതിരിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് അലക്കാൻ കൊടുക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. അവരൊരു നല്ല ഫാമിലിയാണ്. ദൃശ്യാണെങ്കിലും ദൃശ്യയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ആ ഒരു വീട്ടുകാരാണെങ്കിലും ഈ വിവാഹം കഴിച്ച അമ്മയാണെങ്കിലും അമ്മയുടെ ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും ആദർശാണെങ്കിലും ആദർശിന്റെ ഭാര്യ ആര്യാണെങ്കിലും അവരുടെ അമ്മയും അച്ഛനും ആ ഫാമിലി അവരുടെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് ജീവിക്കും നല്ല ആളുകളാണ്. അപ്പോൾ ഇത്തിരി നമ്മളുടെ വാശികളും ദേഷ്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതിയും ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചു പോകാവുന്ന ഒരു കുടുംബം ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വിഷയം ഉണ്ടാക്കി കൊടുക്കാന്നല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതൊക്കെ സ്വന്തം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇതിനു മുൻപ് നടന്ന 2ാം വിവാഹത്തിന്റെ അമ്മയുടെ 2ാം വിവാഹം എന്ന് പറഞ്ഞിട്ട് നടന്ന ആ ഒരു സംഭവം, ഈ പറയുന്ന ജയപ്രകാശും രശ്മി വിവാഹം കഴിച്ചത്, അവരുടെ മകള് സോഷ്യൽ മീഡിയയിൽ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നുള്ള പോലെ നിസ്സാരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ അമ്മ ഡയറ്റ് അനുസരിച്ച് ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ ഡയറ്റിനനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. പക്ഷെ അത് സോഷ്യൽ മീഡിയ എങ്ങനെ മോശമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള കമന്റുകൾ, അദ്ദേഹത്തിന്റെ ഹെൽത്തി ആയിട്ട് തോന്നുന്ന ഒരു, അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആ സ്ത്രീയെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വേലക്കാരി മതിയായിരുന്നു, അതിനാണ് വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ അയാളുടെ ആദ്യത്തെ ഭാര്യ ഇയാൾ പട്ടിണിക്കിട്ട് കൊന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ മകൾ ഈ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി വിവാഹം കഴിപ്പിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ആളുകളുടെ മാനസികത അനുസരിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് അവർ അതിന്റെ അടിയിൽ ഇട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ വായിൽ തോന്നിയത് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ചുറ്റും ഒരു ആരോ മാർക്ക്
മാർക്ക് ഇട്ടിട്ട് നമ്മൾ ചിന്തിക്കുക. ഇതിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ പറയാൻ സാധ്യതയുണ്ട്, കമൻറ്റ് പറയുന്നവർ പറയാൻ സാധ്യതയുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയാൻ സാധ്യതയുണ്ട്, നമ്മളെ സ്വന്തം ഈ വ്ളോഗ് കാണുന്ന അത് ബാധിക്കുന്ന സ്വന്തം വീട്ടുകാരെന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച ശേഷം ഇത് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു പോകുന്ന നിസ്സാരമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലോങ് സോഷ്യൽ മീഡിയയിൽ കിടക്കും. നിങ്ങളിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് റിയാക്ട് ചെയ്ത ആരുടെയെങ്കിലും ഒരു ചാനലിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് കിടക്കും, അല്ലെങ്കിൽ അത് പിന്നീടും ചർച്ചയാവും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.